ഞാൻ പോവാറില്ല. റേഷൻ കടയിൽ പോവാറില്ല. റേഷൻ കടയിൽ ഒരു മണ്ടനായി തോന്നുന്നുണ്ട് നിലവിലിപ്പോ. ഉണ്ട് തോന്നുന്നുണ്ട്, നല്ല മണ്ടനായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ മണ്ടത്തരം കാണിക്കരുതായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? പറ ഞാൻ മാത്രമായി ഒരു കാര്യം. അനുമോളുടെ ചെയ്യാൻ ഒരു പക്ഷേ PR-ലേക്ക് മാത്രമായി, PR-ന്റെ കഴിവ് കൊണ്ട് ജയിക്കുന്നതായിട്ട് പബ്ലിക്കിന് തോന്നിയേക്കാം. പക്ഷെ അപ്പം അത്തരമൊരു ഇടപെടൽ വേണ്ടായിരുന്നു. അനുപോലെ PR-ന്റെ ആവശ്യം ഇല്ലായിരുന്നു. കാരണം ഓൾറെഡി നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ PR-ന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ബിഗ് ബോസിൽ ടാസ്ക് ജയിക്കുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. ടാസ്കിൽ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത്. അല്ല ഷാനവാസിനെ പോലെ മണ്ടത്തരം കാണിക്കുന്ന ആളാവരുത് എന്നൊരു റിക്വസ്റ്റും ഉണ്ട്. കാരണം കഴിഞ്ഞ ലാസ്റ്റത്തെ ടാസ്ക് കണ്ടപ്പോൾ നല്ല ഇത്ര ബ്യൂട്ടിഫുൾ ആയ ടാസ്കിനെ ഷാനവാസ് ഭയങ്കരമായിട്ട് കൊളാക്കിയിട്ടുണ്ടായിരുന്നു. ഷാനവാസ് ഷോനവാസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു ഗെയിമിംഗ് ആയിപ്പോയി. അപ്പം എന്തായാലും ഇതാ വരുന്നത് ഈ പറഞ്ഞ പോലെ ടാസ്ക് ജയിക്കുന്നതല്ല, ടാസ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിച്ച ഗെയിം കളിക്കുക, ജയിക്കാം, ചിലപ്പോൾ തോക്കാം. ഞാനൊക്കെ ഒരു ടാസ്കും ജയിച്ചിട്ടില്ല. അതിലാരും പോയാലും ഇൻഡിവിജ്വൽ അല്ലേ അവര്? അറിയില്ല, അതറിയില്ല. അതിന് പോവാൻ ചാൻസ് ഇല്ലല്ലോ അങ്ങനെ ഒരു ഉറപ്പുമില്ല. രണ്ടുപേരും ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ്. പിന്നെ ഡിപ്പെൻസ്. നമ്മൾ ജിസയിൽ പോയപ്പോൾ നമ്മൾ ഭയങ്കര ഷോക്കായില്ല. ഷാനവാസിനെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗെയിമിങ്. ഷാനവാസ് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ടാസ്ക് ഇരിക്കുന്നു. സീസണുകളിൽ തന്നെ ബിഗ് ബോസ് ഇത്രയും നന്നായിട്ട് സംസാരിച്ചൊരു ടാസ്ക് വേറെ ഉണ്ടായിട്ടില്ല എന്നെ വിശ്വാസം. ആ ടാസ്ക് വളരെ നന്നായിട്ട് കൊളാക്കിയ ആളാണ് ഷാനവാസ്. ഒരു മണ്ടനായി തോന്നുന്നുണ്ട് നിലവിലിപ്പോ. ഉണ്ട് തോന്നുന്നുണ്ട്, നല്ല മണ്ടനായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ മണ്ടത്തരം കാണിക്കരുതായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? പറ ഞാൻ മാത്രമായി പബ്ലിക്കിന്റെ റിയാക്ഷൻ ആണ്. ഷാനവാസാണ് ഇപ്പത്തെ ജിൻഡോ. ഞാൻ സ്വയം ബുദ്ധിമാനാണെന്നുണ്ടെങ്കിലും കാണുന്നവർക്ക് മണ്ടനായി തോന്നുന്ന ഏക സ്ഥാനാർത്ഥി ഇപ്പൊ ഷാനവാസാന്ന് തോന്നില്ലേ? അതെ കിട്ടിയില്ലേ കൊറേ. അതായത് ഇപ്പൊ സിജോ പറഞ്ഞ് സീക്രട്ട് ഏജന്റ് ഒക്കെ അവരുടെ റവന്യൂ എത്രയെന്ന് പറഞ്ഞത്. റവന്യൂ മീൻസ് പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ റെമ്യൂണറേഷൻ ഡെയിലി ബേസ് എത്രയെന്ന്. അപ്പൊ നാദ്രയുടെ റെമ്യൂണറേഷൻ എത്രയെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എത്രയാണ്? പേടിക്കണ്ട, പറയൂല ഇല്ല ഒരു ഇല്ല, അത് പറയരുതെന്നുള്ളത് ഞാൻ എന്നോട് കാണിക്കുന്ന ടിപ്സ്. കാരണം അത് ഓഫ് കോഴ്സ് അത് ഷോ കഴിഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് ഷോയിന് അതിരിക്കുമ്പോൾ പേയ്മെന്റിനെ പറ്റി പുറത്ത് പറയാതിരിക്കുന്നതല്ല. അത് ഇപ്പം എത്രയായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് വിസിബിളായിട്ട് ഞാൻ വീട് വെച്ചതൊക്കെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് മണി എന്നൊക്കെ ബിഗ് ബോസിൽ തന്നെയാണ്. അപ്പം അത്രയും ഒരു പൈസ കിട്ടിയത് കൊണ്ട് തന്നെയാണ്. ബിഗ് ബോസിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 96 ക്വിറ്റ് ചെയ്തു. പക്ഷെ 100 ദിവസം പേയ്മെന്റ് ഉണ്ടായിരുന്നു. 96 ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു കയറി. പിന്നെ 100 ദിവസം ഗ്രാൻഡ് ഫിനാലെ ഉണ്ടായിരുന്നു. അപ്പൊ 2 ദിവസം ലാഭമാണല്ലേ? 2 ദിവസം ലാഭമാണ്. 96 അല്ല, 100 ദിവസം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. അയ്യോ അതെ താങ്ക്സ്, താങ്ക് യു. നല്ല ഫുഡായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. നല്ല മാനേജ്മെന്റ് ആട്ടോ നമ്മുടെ ടീമിനൊക്കെ. പിന്നെ ഈ ആദില നൂറേനെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ അതില് സായി കൃഷ്ണ പറഞ്ഞൊരു കാര്യം, ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകള് ഈ സ്വർഗ അനുരാഗത്തെ അത്ര വലിയ വെറുപ്പോട് കൂടിയിട്ടാണ് കാണുന്നത്. അത് അത്രത്തോളം അവർക്ക് അക്സെപ്റ്റബിൾ അല്ല. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ? അങ്ങനെയാണ്. നമ്മളെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ തന്നെ അതിനെ എതിർക്കുന്നതായിട്ട് തന്നെയാണ് വിസിബിൾ ആയിട്ടുള്ളത്. പക്ഷെ ആ പ്രണയം ഒരു കാലത്തുണ്ടായിരുന്നു എന്നുള്ള തെളിവ് കൂടിയുണ്ട്. പിന്നെ ഇതൊരു കുറ്റമാക്കുന്നത് മനുഷ്യനാണല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നത്തെ പുരോഹിതരിൽ ഇന്നത്തെ മതപണ്ഡിതർ പറയുന്നതല്ല. പക്ഷെ ഞാനും ദൈവവും തമ്മിലൊരു കോൺട്രാക്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനിൽ ജീവിച്ചു പോകാന്നുള്ളതാണ്. പക്ഷെ സായി പറഞ്ഞ ശരിയാണ്. അങ്ങനത്തെ ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു ഉള്ളിലൊരു അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ ഭേദിച്ച് ജീവിക്കുന്ന മനുഷ്യരും ഈ സമൂഹത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആദില നൂറ വേറൊരു റിലീജിയനിലായിരുന്നെങ്കിൽ അവർക്ക് ഈ പക്ഷേ അവരുടെ വീട്ടുകാരും സമ്മതിക്കുമായിരുന്നു. സാധ്യതയുണ്ട്. അവർ വേറൊരു മതത്തിലുള്ള ആളുകളായിരുന്നെങ്കിൽ പക്ഷേ അക്സെപ്റ്റൻസ് കുറച്ചും കൂടി ഈസി ആയിരുന്നു. സീസൺ 7 ഒരു പ്രണയം ഉണ്ടാകുന്നില്ല. എല്ലാരും കാത്തിരുന്ന് നിന്റെ കണ്ണിന്റെ പ്രശ്നം അത്.
പ്രണയം ഉണ്ടാവണം നിർബന്ധമുണ്ടോ? നിർബന്ധം ഉണ്ടെന്നല്ല, ഇതുവരെ സീസൺ 6 വരെയാണ് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂ കിട്ടുന്നു. ഇപ്പൊ ഇപ്രാവശ്യം പൂ വിരിയുന്നില്ല, പ്രണയത്തിന്റെ പൂ വിരിയുന്നില്ല. നിർബന്ധമൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓരോരുത്തർ ഇപ്പൊ പ്രണയിക്കണമെന്നൊക്കെ നമുക്ക് വാശി പിടിക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, അടുത്ത സീസണിൽ നീ പോയിട്ട് പ്രണയിക്കും. പിന്നെ അങ്ങനെ വിളിക്കില്ല, വിളിക്കില്ല, അതാ നിന്റെ പ്രശ്നം. ഈ അനുമോളുടെ PR-ന്റെ കാര്യം വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പോലെ. അപ്പൊ അവർക്ക് ഇല്ല PR ഒക്കെ ഇഷ്ടംപോയി. അനീഷ് PR എന്താന്ന് പോലും അറിയില്ല എന്ന് പറയുമ്പോഴത്തേ അനീഷ് ഇത്രയും വലിയൊരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ഞാൻ കരുതിയില്ല. കാരണം ഞാൻ കുറച്ചും കൂടി അനീഷിൽ ക്വാളിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു. കാരണം സീസൺ 6 വരെ എല്ലാ എപ്പിസോഡും കണ്ടിന്യൂസ് കണ്ടിരുന്ന ഒരാളാണ് അനീഷ്. പിന്നെ അനീഷിന് PR എന്തെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയണത് നുണയാണ്. അത് വളരെ വിസിബിൾ ആയിട്ടുള്ള നുണയാണ്. മാത്രമല്ല അനീഷ് കഴിഞ്ഞ ദിവസം സാധാരണക്കാരെ പറ്റി പറഞ്ഞു. അനീഷ് സാധാരണക്കാരനല്ലല്ലോ. അനീഷ് റിയാലിറ്റി ഷോകളിൽ നിറ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ്. നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. സെൽമി ആൻസറിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. പിന്നെ നാട്ടിൽ അത്യാവശ്യം പ്രമുഖനായിട്ടുള്ള ഒരാളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ബിഗ് ബോസിന് വേണ്ടി കുറെ കാലം ലീവ് എടുത്ത ഒരാളാണ്. അപ്പം സാധാരണക്കാരൻ്റെ ഒരു സ്ട്രഗ്ലിങ്ങിലൂടെ അല്ല അനീഷ് വന്നിട്ടുള്ളത്. അനീഷ് വന്നത് ഒരു കോമണർ ആണെങ്കിൽ പോലും അനീഷിന് കുറച്ചും കൂടി സാധാരണക്കാരെന്ന് പറയാനുള്ള ചെറിയ അവകാശക്കുറവുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ്, അതൊക്കെയാണ്. അപ്പൊ അത് റിയാലിറ്റി ഷോയിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. സാധാരണക്കാരനെ അതല്ലല്ലോ. അതായത് മറ്റ് സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോല്ലേ സീസൺ 7 കണ്ടസ്റ്റൻസ് ഒക്കെ ഭീമമായ തുക എന്താണ് അവര് എവിറ്റാൻ്റെ ശേഷം ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂലൊക്കെ, ഭീമമായ തുക. അതുകൊണ്ടാണ് അവരുടെ ഇന്റർവ്യൂ പോലും പുറത്ത് കാണാത്തത്. അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യൂവില് ഉണ്ടാവാം. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കുറെ ആൾക്കാർ ഇന്റർവ്യൂസ് കാണാറുണ്ട്. പിന്നെ ചോദിക്കാനൊരു ഉള്ളില് എന്റെതൊക്കെ ഞാൻ ഡിമാൻഡ് ചെയ്ത എമൗണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ സീസണിൽ വലിയ തുകയ്ക്കൊക്കെയാണ് ഞാനും ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. എന്റെ ഇന്റർവ്യൂസ് ഒക്കെ അത്യാവശ്യം ഹ്യൂജ് എമൗണ്ടിൽ തന്നെ, പക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പം അത് എടുക്കാനുള്ള കാരണവും എനിക്കറിയാം എന്റെ ഡിമാൻഡ് അല്ല. അപ്പൊ ഓരോരുത്തർ ഡിമാൻഡ് അനുസരിച്ച് അവർ ഇന്റർവ്യൂസ് കൊടുക്കും. ഞാനും അത്യാവശ്യം വലിയൊരു എമൗണ്ടിന് കൊടുത്തു. ഓക്കെ, ഡിമാൻഡ് ഇല്ലാത്ത കാരണമാണ് അപ്പൊ ഒരു ഇന്റർവ്യൂസ് ഒന്നും പുറത്തു വരാത്തത്. അതറിയില്ല, ചാനൽ തീരുമാനിക്കണമല്ലോ ഡിമാൻഡ് ഇവർക്ക് ഇത്ര കൊടുക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് അത്രയും കണ്ടന്റ് കിട്ടില്ല, അത്ര റീച്ച് കിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. പിന്നെ ഇവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തണമല്ലോ. ചിലപ്പോൾ എത്താത്തോണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്റർവ്യൂസ് വരാത്തത്. പക്ഷെ ഞാൻ എന്റെ അറിവിൽ ഡിമാൻഡ് അനുസരിച്ചാണ്. ബിഗ് ബോസിന് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ദുബായിക്ക് പോയി ഫ്ലൈറ്റ് കയറിയ ആളാണ് ഇപ്പൊ രേണുസുതി. അവിടെ പോയിട്ട് ബാറിൽ ഡാൻസ് കളിക്കണ വൻ വിവാദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ നോക്കിക്കാണുന്നു? രേണുസുതി അത് റീലൊക്കെ ഭയങ്കരമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അല്ല, അതിനനുസരിച്ച് കമന്റ്സ് അദ്ദേഹം ഇങ്ങനെ അവിടെ പോയിട്ട് ബാറിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന രീതിയിലാണോ? അല്ല, ദുബായിലേക്ക് എനിക്കൊരു ഓഫർ കിട്ടാണ്. അതിപ്പോ എന്ത് ഓഫർ ആയിക്കോട്ടെ, എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ പോവാന്നുള്ളതല്ലേ. പിന്നെ ഓരോരുത്തരുടെ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പ്രൊമോഷന് പോയ ആളല്ലേ, പ്രൊമോഷൻ ചെയ്യുന്നുണ്ടാവാം. അത് അപ്പൊ അത് അവരുടെ ചോയ്സാണ്. അത് ഭയങ്കര റെസ്റ്റോറന്റ് ആണ്, ബാറല്ല. ഫാമിലി ബാർ അങ്ങനത്തെ ടിപ്പിക്കൽ ബാറാക്കി. അതിലിപ്പോ സാധാരണ ഈ ഹോളിവുഡ് പടങ്ങളിലൊക്കെ ബാറിൽ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലാണ് വരിക. എവിടെ അങ്ങനെ ഒരു ഓഫർ വന്നു? ബാറിലല്ല, റെസ്റ്റോറന്റില്. റെസ്റ്റോറന്റ് വിത്ത് ബാറിൽ റെസ്റ്റോറന്റ് വിത്ത് ബാറിൽ പോവാ. ഫാമിലി പറഞ്ഞില്ല. എന്റെ ബാറിൽ പോവില്ല. ഓക്കെ അല്ലേ നിങ്ങള്? പോയാ കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഞാൻ പോയി, ഞാൻ ബാറിൽ ഡാൻസ് കളിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. റെസ്റ്റോറന്റിൽ പ്രൊമോഷൻ വിളിച്ചാൽ പോകും. റെസ്റ്റോറന്റ് വേറെ, ബാറ് വേറെ. നിങ്ങൾ അത് റെസ്റ്റോറന്റ് വിത്ത് ബാർ ആണെങ്കിലും റെസ്റ്റോറന്റ് ബാർ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലമില്ല. അത് പ്രശ്നമില്ല. ഇല്ല അവിടെ കുഴപ്പമില്ല. അവിടെ ഡാൻസ് കളിക്കാൻ പ്രശ്നമില്ല. ഇല്ല, അത് കളിക്കുന്ന എന്താ കുഴപ്പം? അത് ഫാമിലീസ് ഒക്കെ വരുന്നതല്ലേ, അതുകൊണ്ട് അവിടെ എന്താ കുഴപ്പം? കുട്ടികളുണ്ടാവുമല്ലോ. കുട്ടികളുണ്ടാവില്ല. റെസ്റ്റോറന്റ് ബാറിലും ഇല്ല, കുട്ടികളുണ്ടാവില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അവിടെ പോയാൽ എന്താ കുഴപ്പം? ഞാൻ ഡാൻസറാണ്. ഡാൻസ് അവിടെ പോകും. ഈ പലരില്ലേ സാധാരണ ബിഗ് ബോസിൽ പോയിട്ട് പിന്നെ പുറത്തുനിന്ന് എന്റെ സാധാ കടകളിലും പോലും പോകില്ല, റേഷൻ കടയിൽ പോകുന്നില്ല.
അങ്ങനെയൊക്കെ പോവാറുണ്ടോ? ഞാൻ പോവാറില്ല. റേഷൻ കടയിൽ പോവാറില്ല? ഓ. റേഷൻ കടയിൽ പോവാൻ വീട്ടില് കുഴപ്പമില്ല. വീട്ടിലെ അത്യാവശ്യം പോവാൻ വേറൊരാളുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം പോകുന്നില്ല. ബൈ ഗൈസ്, ബൈ. ഓക്കെ ഓക്കെ ഓക്കെ.